ഹലോ ഗായ്സ്, നല്ല അടിപൊളി ഒരു വറുത്തരച്ച സാമ്പാറിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായി ഞാൻ ആദ്യം പരിപ്പ് വെച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, പച്ചക്കായ. ഇത് അല്പം വേവ് കൂടുതൽ കാരണം ഞാൻ ആദ്യം തന്നെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലല്പം വെളിച്ചെണ്ണ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവം അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സെറ്റായി വന്നതിന് ശേഷം ഒരു വിസിലേ ഞാൻ അടുപ്പിച്ചുള്ളൂ കേട്ടോ. അതിലേക്ക് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മുരിങ്ങക്കായ ആദ്യം ആഡ് ചെയ്തതെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോവക്ക, അതുപോലെ വെണ്ടക്ക, വഴുതനങ്ങ, തക്കാളി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാമ്പാറിൽ ഇത് അടിയാണ്ട് കിട്ടും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മുന്നേ റെഡിയാക്കി വെച്ചാൽ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും ചേർത്ത് ഇതിങ്ങനെ തിളച്ച് വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഇതുണ്ടോ നല്ല അടിപൊളിയായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മുന്നേ കുക്ക് ചെയ്ത് വെച്ചാൽ ആ ബാക്കിയുള്ള വെജിറ്റബിൾസ് കുക്കറിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സംഭവം ഏകദേശം വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് 2-3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് ഒരു വെറൈറ്റി രീതിയാണ്, ഞാനൊരു ചെയ്യുന്നൊരു രീതിയാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരപ്പാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളി ചോക്ലേറ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ അരപ്പ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഒന്ന് മെൽറ്റായി നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അല്പം സാമ്പാർ പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ മുന്നേ തയ്യാറാക്കി വെച്ച സാമ്പാറിന് ഞാൻ അല്പം വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, ഈ ഒരു ഗ്രേവി ടൈപ്പ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരപ്പൊക്കെ അങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്ത് നമ്മൾ മുന്നേ കുക്ക് ചെയ്ത് വെച്ച ആ വെജിറ്റബിൾസിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഓക്കെ, സംഭവം നല്ല സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ആ സാധനത്തിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ നാട്ടിലത്തെ ആ ഒരു സാമ്പാറിൻ്റെ അരപ്പിൻ്റെ ഒരു മണം ഒരു രക്ഷയില്ല. വേറെ ഫ്രൈ പാനിൽ നമ്മൾ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിച്ചു കേട്ടോ. എൻ്റെ ഒരു രീതി ഒരു വ്യത്യസ്തമാണ്. അപ്പം ഇത് ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളിതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് സവോളയും പച്ചമുളകും ആഡ് ചെയ്യുന്നത് കേട്ടോ. അല്പം കറിവേപ്പിലയും ഉപ്പും കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ച് വെക്കണം. ഓക്കെ, സംഭവം ഇതേപോലെ ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കണം. അതിന് ശേഷം ഗൈസ് ഇത് ഏകദേശം ഈ ഒരു സെറ്റിലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിന് ഞാൻ അല്പം ഗ്രേവി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ വെജിറ്റബിൾസിലേക്ക് ഈ ഫൈനൽ സാധനം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗൈസ് സംഭവം നല്ല സൂപ്പർ മണവും നല്ല അടിപൊളി ടേസ്റ്റുമായിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. അപ്പം ഫൈനലി നമുക്ക് അല്പം മല്ലിച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം സെറ്റാണ്. എന്തായാലും ഇത് കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. പലരും വളരെ ഈസി ആയിട്ട് സാമ്പാർ ചെയ്യാറുണ്ട്. എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അറിയിക്കണേ. ബൈ.